ആറന്മുളയിലെ പദ്ധതിക്കും സംസ്ഥാനത്ത് ഇന്നുള്ള നിയമങ്ങളും ചട്ടങ്ങളും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ആറന്മുളയിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏത് പരിശോധനയും ആ നിയമങ്ങളെയും ചട്ടങ്ങളെയും കൂടി കണക്കിലെടുത്ത് മാത്രമേ നടക്കുകയുള്ളൂ. കേരളം 2008 പാസ്സാക്കിയ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ട്. ആ നിയമത്തെ ലംഘിക്കുന്നു, ആ നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങളും വിമാനത്താവള പദ്ധതി വന്നപ്പോൾ അതിനെതിരായ ഒരു സമരരംഗത്തേക്ക് നീങ്ങിയത്. വിമാനത്താവളത്തോടോ വിമാനങ്ങളോടോ ഉള്ള എതിർപ്പായിരുന്നില്ല. ആറന്മുളയിലെ വയലുകൾ നികത്തിയോ ആറന്മുളയിലെ കുന്നുകൾ ഇടിച്ചോ നമുക്കൊരു പദ്ധതി അവിടെ നടപ്പിലാക്കുക പ്രയാസമാണ്. ഇത്തരം പദ്ധതികളൊക്കെ നാടിന് അനിവാര്യമായ പദ്ധതികൾ തന്നെയാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തേണ്ടതാണ് അത്യന്താപേക്ഷിതമായ കാര്യം. 2018-ലെയും 2019-ലെയും പ്രളയവും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്.